അത് അപൂർവം എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ ഞാൻ കേൾപ്പിക്കാറുണ്ട്. അതിൽ അതാരും പറയുന്നത് ഈ കവിതയിലെ ഭൂതവും ഉണ്ണിയും അമ്മയും ആണ് കഥാപാത്രങ്ങളുള്ളത്. പിന്നെ പുറമെ ഒരു നരേറ്റർ കൂടിയുണ്ട്, കഥ പറയുന്നതാണ്. അത് ആ തുടക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധമുണ്ട്. കഥാപാത്രങ്ങൾക്ക് വരുന്നത് ഈ അമ്മയും ഉണ്ണിയും ഭൂതവുമാണ്. കേട്ടോ, വിളക്ക് വെച്ചു, സന്ധ്യാനാമവും കഴിഞ്ഞു, ഉറക്കം നോക്കിക്കൊണ്ട് ഗുണഘോഷവരി വിട്ടു. ഇനിയും നാളായിട്ടില്ലല്ലോ. ഉറങ്ങിയിട്ട് ഭൂതത്തെപ്പറ്റി ഒരു പാട്ട് കേട്ടു. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടും ശിലമ്പിൻ കലമ്പലുകൾ. അയ്യയ്യ വരവം വിളിപ്പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം. കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കരവരപ്പാടും പണ്ടങ്ങൾ. അരികിനൊരു കണിച്ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം. ചെപ്പേന ചെമ്മണി കുത്തുമൂലകളിൽ ശേലിയിഴയും പൂമാല്യം. പുറവഴി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാക്കുഴൽ മുട്ടോളം. ചോപ്പുകൾ നീരേ ചാത്തി അരമണി കെട്ടിയ വെള്ളപ്പാട. അയ്യയ്യ വരവൽച്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം. അയ്യയ്യ വരവം വിളിപ്പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം. എവിടെ നിന്നാണ് ഈ ഭൂതം വരുന്നത്? നിങ്ങൾക്കറിയാമോ? അറിയാമോ? പറയന്റെ കുന്നിൻ്റെ അങ്ങേ ചെരുവിലെ പാറക്കെട്ടിനടിയിൽ കിളിവാതിലിൽ കൂടി
ഇരുകണ്ണും പായിച്ചു പകലൊക്കെ പാക്കുന്നു പൂരം. പൈക്കിളെ മേയ്ക്കുന്ന ചെക്കന്മാരുച്ചയ്ക്കു പച്ചില പൂന്തണൽ പൂവും. ഒറ്റയ്ക്കു മേയുന്ന പൈൻമുലകളെ തെറ്റന്നീ പൂതം കുടിക്കും. മണമേറും മന്തിയിൽ ബന്ധുഗൃഹം പോകാൻ ഉഴറിക്കുതിക്കും ആൾക്കാരെ. അകലേക്കകലേക്കു വഴിതെറ്റിച്ച് പൂതം അവരോട് താമ്പൂലം വാങ്ങും. പൊട്ടിച്ചാലില്ലേ പിന്നെ നടത്തം തന്നെ നടത്തം അതൊക്കെ മനസ്സിലാവും. അപ്പോ ഒന്ന് മുറുക്കാനെടുത്ത് ആ വഴിയൊക്കെ വെച്ചു കൊടുത്താൽ മതി. വഴിയൊക്കെ തെളിഞ്ഞതാണ്. അവർ പോയാൽ പൂതം വന്നിട്ട് ആ മുറുക്കാനെടുത്ത് മുറുക്കി തെച്ചിപ്പൊന്നിയിലേക്ക് പാറ്റിയെടുത്തു. അതാണല്ലോ ഈ തെച്ചിപ്പൂവൊക്കെ ഇങ്ങനെ ചോക്കണത്. നിശൂന്യത നടമാടും പാരിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം. തലമുടിയും വേറിടുത്തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും. നേരവും നിലയും വിട്ടാ വഴി പോവും. ചെറുബാല്യക്കാരെ ഇവളാകർഷിച്ചതിചതുരം ഏഴുനില മാളികയായി തോന്നും. കരിമ്പനമേളവരെ കേട്ടി കുഴലിൽ വയ്ക്കും. തഴുകയുറങ്ങിടുമ തരുണരുടെ ഉപ്പേറും കുരുതീവൾ നൊട്ടി നുണച്ചിറക്കും. പറയന്റെ കുന്നിന്റെ മറ്റേ ചെരിവിലെ പാറകളിൽ ചിഹ്നം മുടിയുമെല്ലും. എത്ര ഈ അസത്വബോധത്തിന് നമ്മൾ മുണ്ടും നെല്ലൊക്കെ കൊടുക്കണത് എന്നല്ലേ? കൊടുക്കാൻ പാവാണ്. ഇതെല്ലാം പൂതം പണ്ട് ചെയ്തതാണ്. ഇപ്പോ അത് ആരെയും കൊല്ലില്ല. പൂതത്തിന് എപ്പോഴും വ്യസനമാണ്. എന്താ വ്യസനമെന്നോ കേട്ടോളൂ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കുകാറിൽ കുടക്കടുക്കൻ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. വാപ്പ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടും കക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ടും മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ടും മാമു കൊടുക്കുന്നു നങ്ങേലി. മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലും തലയിൽ വെച്ചാൽ പേനരിച്ചാലും തങ്കക്കൂടത്തിന് താലോലും പാടിയിട്ടും തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ടും
തണുതണി പൂന്തുട തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലേ ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലേ. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു, പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളിൽ കൗതുകമേറി കഴിഞ്ഞു. വെള്ള പൊട്ടിര ഇത്തിരി കുംഭമേൽ പുള്ളിലക്കര മുണ്ടുമുടുപ്പിച്ചു, വള്ളികൾ കൂട്ടി കുടുമയും കെട്ടിച്ചു, വെള്ളിപ്പൂങ്കവിൾ മെല്ലെ തുടച്ചിട്ടു, കയ്യിൽ പൊൻപിടി കൊച്ചെഴുത്താണിയും മൈത്തേരമിനുക്കിയോരോലയും അങ്ങനെ അങ്ങനെ നീങ്ങിപ്പോരു തങ്കക്കുടത്തേന് വയലിൻ്റെ മൂലയിൽ ഇടവഴി കയറുമ്പോൾ പടർപന്തൽ പോലുള്ളോരരയാലിൻ ചോടത്തി മറയും വരെ പടിപ്പുരയിന്നു നോക്കുന്നു. പടിപ്പുരയിന്നു നോക്കുന്നു നങ്ങേലേ. കുന്നിൻ മുകളിലേക്കുണ്ണി കയറി, കന്നും പൈക്കളും വേയുന്ന കണ്ടു, തെച്ചിപ്പൂകൾ പച്ചപ്പടർപ്പിൽ നിന്നെത്തി നോക്കി ചിരിക്കുന്ന കണ്ടു, മൊട്ടപ്പാറയിൽ കേറിയൊരാട്ടിൽ പച്ച തുള്ളിക്കളിക്കുന്ന കണ്ടു, ഉങ്ങും പുന്നയും പൂത്തതിൽ വണ്ടുകളെങ്ങും പാറിക്കളിക്കുന്ന കണ്ടു. കുന്നിൻ മുകളിലേക്കുണ്ണി കയറി, അവിടെന്നും മെല്ലെ നടന്നാലുണ്ണി പറയന്റെ മണ്ഡകം എന്ന് വെച്ചാൽ അമ്പലം എന്നർത്ഥം. പറയന്റെ മണ്ഡകം കണ്ടാലുണ്ണി പറയന്റെ കുന്നിന്റെ മറ്റേ ചെരുവിലേക്കുരസി ഇറങ്ങി നടന്നാലുണ്ണി പാറക്കെട്ടിന്റെ കൊച്ചു പിളർപ്പില് കിളിവാതിലപ്പോൾ തുറന്നു പൂതം. ആറ്റിലൊലിച്ചെത്തും അമ്പലപ്പൂ പോലെ ആടിക്കുഴഞ്ഞെത്തും അമ്പിളിക്കല പോലെ പൊന്നും കൂടം പോലെ പൂവൻ പഴം പോലെ പോന്നു വരുന്നോരെ കണ്ടു ഭൂതം. ഭൂതത്തിനുള്ളിൽ ഒരിക്കിളി തോന്നി, ഭൂതത്തിൻ മാറത്തു കോരിത്തരിച്ചു. പൂതമോരോമന പെൺകിടാവായി പൂത്തമരത്തിൻ്റെ ചൂട്ടിലും നിന്നു. എന്നിട്ട് ഭൂതം കൊഞ്ചിക്കൊണ്ട് ഉണ്ണിയോട് പറയാണ്, പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞണയൂ
കലഹിക്കും ഗുരുനാഥൻ പൂത്തമരച്ചോട്ടിലിരുന്നോളി നെയ്യും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ വണ്ടോടിൻ വടിവിലും നീലക്കല്ലോലകളിൽ മാന്തളിരിൽ തൂവല്ലി ചെറുമുല്ല പൂമുനയാൽ പൂങ്കളിരിൽ ചെറുകാറ്റത്തിവിടെ ഇരുന്നെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞു പൂത്തമരച്ചോട്ടിലിരുന്നൊളി നെയ്യും പെൺകൊടി ഓലയെഴുത്താണികളെ കാട്ടിലേതാ ഞാൻ കളവൂ. പിന്നെ പള്ളിക്കൂട്ടി പോയില്ല. സുഖായി എന്നെ വിചാരം കേട്ടോളൂ. എഴുത്താണ് ഇരിപ്പല്ലേ. അതങ്ങോട്ട് പിടിവിട്ടപ്പോ മൂലം വന്ന് മെല്ലെ പിടിച്ച് കൂട്ടിക്കൊണ്ടങ്ങോട്ട് പോയി. മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഭൂതം വന്ന് ഉള്ളിയെ കൂട്ടിക്കൂടെ അങ്ങോട്ട് പോയി. കഥയിലേക്ക് ആവർത്തന ഭൂതം വന്ന് കൂട്ടിക്കൂട്ടി അങ്ങോട്ട് പോയി. പിന്നെ കൂട്ടിക്കൂട്ടി അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരീരയിലെ കോർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാടമ്മ. പൊത്തിൽ നിന്നപ്പോൾ പുറത്തു നൂറും നത്തുകൾ എന്തെന്തെന്നന്വേഷിച്ചു. കാട്ടിലും മേട്ടിലും പുക്കാളമ്മ കാണാഞ്ഞു കേണു വലഞ്ഞാളമ്മ. പൂമരച്ചോട്ടിലിരുന്നു പൂതം പൂവൻ പഴം പൂരുള്ളുണ്ണിയുമായി പൂമാല ഓർത്തു രസിക്ക് കേട്ടു. ഊരിത ദുഃഖവുമി തേങ്ങലുകൾ. എന്നിട്ടോ അതിനുണ്ടോ വല്ല കൂട്ടവും മറ്റു സൂര്യക്കഴിയട്ടെ പേടിപ്പിച്ചോടിക്കാൻ നോക്കി. പേടിക്കാതങ്ങനെ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം കുറ്റികണക്കങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം കണ്ണീരാലൊക്കെ കെടുത്താളമ്മ. നരിയായും പുലിയായും ചെന്നു ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പറ്റിയില്ലല്ലോ. ഭൂതം മറ്റൊരളവെടുത്തു. എന്തത്? ഭൂതമാക്കുന്നിന്റെ മേൽമൂടി പാറയെ കൈതപ്പൂവോലെ പറിച്ചു നീക്കി. കൺചിന്നും മാറതിൽ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു. പൊന്നും മണി
കൈകളും കിഴികെട്ടി തന്നിടാം പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂന്നെടുത്തു. പുലരിച്ചെല്ലാമര പോലെ ഭൂതത്തിൻ തിരുമുൻപിലർപ്പിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണെൻ്റെ പൊന്നോമന, അതിനെ തരികൻ്റെ ഭൂതമേനി. ഭൂതത്തിൻ്റെ കണ്ണ് കേൾക്കണോ? അമ്മയ്ക്ക് കണ്ണില്ലാതായില്ലേ? തെച്ചിക്കൊരു പറിച്ചു ഭൂതം, ചേലോട് മന്ത്രം ജപിച്ചു ഭൂതം. മറ്റോരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം, മാൻപൊടെടുക്കുന്നോരേ ഭൂതം. അമ്മയെടുത്തിട്ടുമ്മ കൊടുത്തിട്ടഞ്ചിത മോദം മൂർധാവിങ്കിൽ തടകി തടകി പുൽകിയ മാറി ഏറിട്ടെന്നോരി എണിറ്റാൾ. പെറ്റ വയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതമിരുന്നു കയർത്താൾ. നിന്നു ഭൂതം തോറ്റുമടങ്ങി അടങ്ങി ഭൂതം. അമ്മ മിഴിക്കും കണ്ണിൻ മുൻപിൽ ഒരുണ്മയിൽ നിന്നു തിങ്കളൊളി പൂപ്പുഞ്ചിരി പെയ്തു ഉറപ്പിച്ചു കൊണ്ടഞ്ചിത ശോഭം പൊന്നുണ്ണി. അങ്ങനെ അമ്മയ്ക്ക് ഉണ്ണി കിട്ടി. പക്ഷെ ഭൂതമോ പൂതമോ യാത്ര തിരിച്ചിടുണ്ണി വാരിയെടുത്തു പുണർന്നാമൂർധാവിങ്കൽ പല ഒരു ചുംബിച്ച തുറുകണ്ണ പാവം കണ്ണീർ ചോല ചൊരിഞ്ഞു. വീർപ്പാൽ വായടയാതെ കണ്ടു നിൽപ്പൊരു ഭൂതത്തോട് പറഞ്ഞാൾ. അപ്പോൾ ആർദ്രഹൃദന്തരയായി രഞ്ജിത ഹസിതം പെറ്റൂരമ്മ. ഭൂതം പോണില്ല, തിരിച്ചു പോണില്ല. അവിടെ ഉണ്ണി കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കരച്ചിലോട് കരച്ചിലായിരുന്നു. ഈ ഭൂതത്തിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അമ്മയ്ക്ക് വീണ്ടും സങ്കടമായി. അങ്ങനെ അമ്മ ഭൂതത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു. മകരക്കൊയ്ത്തുകളിൽ നീട്ടെങ്ങനെ കണ്ടമുണങ്ങി പൂട്ടും കാലം കളമ കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണം. എന്താ പറഞ്ഞത്? വന്നു മടങ്ങണം ആണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ. ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഴിച്ചിത സൗഖ്യമുടേക്കാൻ. ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഴിച്ചിത സൗഖ്യമുടേക്കാൻ. ഭൂതമരങ്ങനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകരക്കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും. ഭൂതമരങ്ങനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകരക്കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും. എന്താ പറഞ്ഞ് ഞങ്ങൾ മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കണ്ണെല്ലാം ഉണങ്ങി പുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം എന്ന് പറഞ്ഞ് പോയി. പക്ഷെ ആ ഭൂതമുണ്ട്
അത് ഉള്ളുടെ വീട്ടിൽ മാത്രമല്ല അവിടെ വേണ്ട എല്ലാ വീടുകളിലും ചെല്ലും. കാരണം എന്താ? ഉണ്ണി പിറന്നൊരു വീടേതെന്ന് തിരഞ്ഞു പിടിക്കണം. അത് ചോദിക്കാൻ വിട്ടും പോയി പറഞ്ഞതുമില്ലത് നങ്ങേലിക്കു മറന്നതുകൊണ്ടോ ആവോ? അമ്മയ്ക്ക് മറവി പറ്റിയതുകൊണ്ടാണോ ഉണ്ണി പിറന്നൊരു വീടേതെന്ന് പറഞ്ഞു കൊടുക്കായിരുന്നത്? അതോ കണ്ടാൽ തൻ്റെ കിടാവിനെ വീണ്ടും കൊണ്ടോടിപ്പോവെന്നു ഭയന്നു? കേട്ടോ, വല്ലാത്തൊരു ഭൂതമാണേ ഈ ഭൂതം വന്ന എൻ്റെ ഉണ്ണിയെ വീണ്ടും തട്ടിക്കൊണ്ട് പോയാലും അറിഞ്ഞൂടാ. ഉണ്ണി പിറന്നൊരു വീടേതെന്ന് തിരഞ്ഞു പിടിക്കണം. അത് ചോദിക്കാൻ വിട്ടും പോയി പറഞ്ഞതുമില്ലത് നങ്ങേലിക്കു മറന്നതുകൊണ്ടു കണ്ടാൽ തൻ്റെ കിടാവിനെ വീണ്ടും കൊണ്ടോടിപ്പോവെന്നു ഭയന്നു. തിട്ടമതാർക്കറിയാ അതുമൂലം തിങ്ങി വരുന്നൊരു കൗതുകം അങ്ങനെ കൂടിയിട്ടിവിടെ തനതുണ്ണി ഇരിപ്പെന്നോരോ വീട്ടിലും അങ്ങു കളിച്ചു കരേറിത്തുള്ളി തുള്ളി മറിഞ്ഞോടു അങ്ങൽ എന്നുടൻ അവിടേക്കോടിപ്പോണു ഭൂതം. തിങ്ങി വരുന്നൊരു കൗതുകം അങ്ങനെ കൂടിയിട്ടിവിടെ തനതുണ്ണിയിരിപ്പെന്നോരോ വീട്ടിലും അങ്ങു കളിച്ചു കരേറിത്തുള്ളി തുള്ളി മറിഞ്ഞോടു അങ്ങൽ എന്നുടൻ അവിടേക്കോടിപ്പോണു ഭൂതം. ഉണ്ണി വേണം. ആളുകളിങ്ങനെ എങ്ങും ചോദിച്ചാടിപ്പിപ്പൂ ഭാവത്തെ പലപാടും. അതിന്റെ പിടിക്കും കരളൻ താണക്കുത്തിനു തുണി കൊട്ടുന്നു. ഏകലിനൊത്ത കുഴൽ വിളി കേട്ടു. ഉണ്ണി വേണം. ഉണ്ണി വേണം. ആളുകളിങ്ങനെ എങ്ങും ചോദിച്ചാടിപ്പിപ്പൂ പാവത്തെ പലപാടും. അതിന്റെ മിടിക്കും കരളിൽ താഴെ കുത്തിനു തുണി കൊട്ടുന്നു. എങ്ങനിനൊത്ത കുഴൽ വിളി കേൾക്കൂ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? തുടികൊട്ടും കലർന്നോട്ടും ചിലമ്പിൻ കലമ്പലുകൾ. അയ്യയ്യ വരവം വെളിപ്പൂക്കല വെയിലണിഞ്ഞ കരിമ്പൂതം. ഈ വരികൾ കൊണ്ടാണ് ബഷീർ ഈ കവിത മൂന്നപ്പാട്ടിന്റെ കവിത ആരംഭിക്കുന്നത്. ആ വരികൾ തന്നെ ആവർത്തിച്ചുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. എങ്ങനെയാണ്? കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടും ചിലമ്പിൻ കലമ്പലുകൾ. അയ്യയ്യ വരവം വെളിപ്പൂക്കല മേലണിഞ്ഞ കരിപ്പൂതം. ഇതാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്. കയ്യടച്ച് പാസ്സാക്കേണ്ട കവിതല്ല അത്. അല്ലെ ഈ ജസ്സി ഇത് കേട്ടില്ല. ജസ്സിക്ക് മാത്രമായിട്ട് ഞാൻ പാടി കേൾപ്പിച്ചു തരാം. എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി കേട്ടോ. കേട്ടില്ല ഇയാളിങ്ങനെ കൃത്യാന്തര ഭാവിയിൽ നിമിത്തം. അതെ, ഇതിന് മുമ്പ് കേട്ടവരെ പത്മകുമാറും ഇയാൾ മാത്രമല്ലേ. ഞാൻ എന്തെങ്കിലും പിഴ വരുത്തിയോ എന്നൊന്ന് ചെക്ക് ചെയ്യാനാണ്. നിങ്ങൾ കേട്ടില്ലേ? ഇയാളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല ഉണ്ടായിരുന്നല്ലോ എൻ്റെ പാട്ടുകൾ. ഇല്ല അല്ലേ? ഞാൻ ആൾ തെറ്റി പറഞ്ഞായിരിക്കും.
പിന്നെ പിന്നെ എന്തെങ്കിലും പിഴവ് പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. പിഴവ് പറ്റുമോ ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പ് വരും. അത് എത്ര പാടിയാലും ശരിയാവില്ല. പെർഫെക്ഷൻ എന്നുള്ളത് ഇനിയും അകലെയാണ് ഒരു തോന്നലുണ്ട് എനിക്ക്. എപ്പോഴും പാടുന്നു, പ്രാവശ്യം പാടുന്ന എനിക്ക് അറിയാൻ പാടില്ല. 100 കണക്കിന് ഒരിക്കൽ മണിക്ക് പറഞ്ഞുവിടാനേ പറ്റും. ഏതായാലും ഇന്ന് വളരെ കംഫർട്ടബിൾ ഇങ്ങനെ ഒരു സദസ്സായിരുന്നു. അവിടെ കഴിഞ്ഞ് നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പറ്റിയില്ലെങ്കിൽ ക്ഷമിക്കുക. പിന്നെന്താണ്